Good morning to all. Good morning, ma'am. 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 Good morning, Good ma'am. morning, ma'am. Okay. Morning hello. Good afternoon. Okay. ഒരു മിനിറ്റ് മാറിപ്പോയില്ലേ 12. Okay. So how are you all? I'm fine. I'm going well, ma'am. What about you? Yeah, I'm always good. Okay. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ കഴിഞ്ഞ ക്ലാസ്സില്? പറഞ്ഞിരുന്നോ എന്തെങ്കിലും വർക്കോ അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല മാം. ഓക്കെ. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. Okay, Okay. ma'am. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. എങ്ങനെയൊക്കെയാണ് ക്ലാസ്, എന്തൊക്കെയാണ് നമ്മൾ എടുക്കുക, ഇതെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ? ഇല്ല. റെഡി ആണല്ലോ? ഓക്കെ, റെഡിയാണ്. ഓക്കെ. എപ്പോഴും സംസാരിച്ചതിന് ശേഷം ഇത് മ്യൂട്ട് ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ചിലപ്പോൾ കേൾക്കുന്ന വരില്ല, ഡിസ്റ്റർബൻസ് വരും കേട്ടോ. സോ എല്ലാവരും മ്യൂട്ട് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം, അതിനുശേഷം അപ്പൊ തന്നെ മ്യൂട്ട് ചെയ്ത് വെക്കാം. ഓക്കെ. സോ നമുക്ക് ഇംഗ്ലീഷിന് വേണ്ടി മാത്രം എന്തോ ചോദിച്ചാണോ? ഇല്ല. ഓക്കെ. നമുക്ക് ഇംഗ്ലീഷിന് നോട്ട്ബുക്ക് വേണം കേട്ടോ, കയ്യില് എപ്പോഴും വേണം നോട്ട്ബുക്ക്. ഓക്കെ. ഞാൻ പറയുന്ന നോട്ട്സ് എന്തെങ്കിലും എഴുതിക്കേണ്ടി വരും. അതർവൈസ് നമുക്കപ്പോ നോട്ട്സ് ഞാൻ സ്ക്രീനിൽ ഷെയർ ചെയ്യുന്ന നോട്ട്സ് എല്ലാം ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ. അതല്ലാതെ എക്സ്ട്രാ എന്തെങ്കിലും ഞാൻ പറയുകയാണെങ്കിൽ അത് നമുക്ക് നോട്ട്സിൽ അത് നോട്ട് ചെയ്യേണ്ടി വരും കേട്ടോ. ഓക്കെ. അപ്പോ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ബേസിക് ആണ് അല്ലെ, ബേസിക് തുടങ്ങിയാണ് സ്റ്റാർട്ട് ചെയ്യുക. അതായത് ബിഗിനേഴ്സ് ഒട്ടും അറിയാത്തവർക്ക് പോലും നമുക്ക് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്താൽ കുറച്ചെങ്കിലും ഇംഗ്ലീഷ് ഒക്കെ മനസ്സിലാവും. ഓക്കെ. സോ ഫസ്റ്റ് എന്താണ് ഇംഗ്ലീഷ് നമ്മൾ പഠിക്കേണ്ട ഫസ്റ്റ് കാര്യം എന്താണ്? വാട്ട് ഈസ് നൗൺ? നൗൺ എന്താണ്? വാട്ട് ഈസ് നൗൺ? എന്താണ് നൗൺ? ഏതെങ്കിലും ഒരു പേരിനെയോ സ്ഥലത്തിനെയോ വസ്തുക്കളെയോ ചെയ്യുന്നത്, പ്രതിനിധാനം ചെയ്യുന്ന വേർഡ്. ഓക്കെ. അതായത് ശരിയാണ്, കറക്റ്റ് ആണ്. നൗൺ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു നെയിം ആണ് കേട്ടോ. നൗൺ ഈസ് എ നെയിം. അത് എന്തിന്റെ പേരോ ആവാൻ നമുക്ക് ചുറ്റും നോക്കുകയാണെങ്കിൽ ഒരുപാട് വസ്തുക്കളും അല്ലെ, ഒരുപാട് തിങ്സ് നമ്മൾ ചുറ്റുമുണ്ട്. എല്ലാത്തിനും ഒരു പൊതുവെ നെയിം ഉണ്ട് അല്ലെ. ഒരു പേരില്ലാത്ത ഒരു വസ്തുവും ശരിക്കും നമുക്കില്ല അല്ലെ. എല്ലാത്തിനും നമ്മളായിട്ടാണെങ്കിലും ഓരോ പേര് നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ എല്ലാത്തിനും പേരുണ്ട്. അപ്പൊ നൗൺ എന്ന് പറയുമ്പോൾ എന്താണ്? നെയിം ആണ് കേട്ടോ. നൗൺ ഇസ് എ നെയിം ഓഫ് പേഴ്സൺ, തിങ്സ്, ആനിമൽസ് ആൻഡ് കോൺസെപ്റ്റ്സ്. ഓക്കെ. അപ്പോ ഓർത്തിരിക്കേണ്ടത് നൗൺ എന്ന് പറയുന്നത് ഒരു പേരാണ്. ഇത്രയും മനസ്സിലാക്കുക. ഓക്കെ, ക്ലിയർ? ഇപ്പൊ നിങ്ങൾക്കാണെങ്കിലും എല്ലാവർക്കും ഓരോ പേരുണ്ട്, ശരിയല്ലേ? എല്ലാത്തിനും ഓരോ പേരുണ്ട്. ഇപ്പോ ഷോപ്പ് നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ തന്നെ അത് ആ പേര് മെൻഷൻ ചെയ്തിട്ടാ പറയാൻ പറ്റൂല, നമുക്ക് മനസ്സിലാവില്ല അല്ലെ ഇതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നതെന്നോ മനസ്സിലാവില്ല. കാരണം എല്ലാത്തിനും ഒരു പെർട്ടിക്കുലർ നെയിം ഉണ്ട് കേട്ടോ. ഇതിപ്പോ ജസ്റ്റ് ഞാൻ ബേസിക് മാത്രമേ പറയുന്നുള്ളൂ, അതായത് നൗൺ എന്താണ് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോ നമ്മൾ വേറെ ഇപ്പോ HA അല്ലെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സ്റ്റുഡൻസ് ആണ് നമുക്ക് വേണ്ടത്. ലാംഗ്വേജ് സ്കില്ലാണ്, സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻലി അല്ലെ. അതായത് ഒരുപാട് ഇംഗ്ലീഷിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ട ആവശ്യം നിങ്ങൾക്ക് ശരിക്കും ഇപ്പോ ഇല്ല. അതുകൊണ്ട് നൗൺ എന്ന് പറയുമ്പോൾ അതെന്താണ് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, അല്ലാതെ നൗണിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനും പഠിക്കാനും ഉണ്ട്. ഇപ്പോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നൗൺസ് നമുക്കുണ്ട്. ഇപ്പോ ജസ്റ്റ് ഒന്ന് പറയാണ് കേട്ടോ, അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയാണേ. ഇപ്പോ പ്രോപ്പർ നൗൺ, കോമൺ നൗൺ, അബ്സ്ട്രാക്ട് നൗൺ, കളക്റ്റീവ് നൗൺ, കൗണ്ടബിൾ നൗൺ, അൺകൗണ്ടബിൾ നൗൺ, അങ്ങനെ ഒരുപാട് നൗൺസ് ഉണ്ട്. അപ്പൊ അതിനെ കുറിച്ചൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല ശരിക്കും. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക. ഇനിയിപ്പോ നൗണിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ ഇൻട്രസ്റ്റ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം കേട്ടോ, റെഫർ ചെയ്യാം. ഇനിയിപ്പോ നിങ്ങൾക്ക് അത് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാലും മതി, ഞാൻ ക്ലാസ് എടുക്കാം ആവശ്യമുണ്ടെങ്കിൽ മാത്രം. കാരണം നിങ്ങൾക്ക് അത്രയും എടുക്കേണ്ട ശരിക്കും ആവശ്യമില്ല. നമുക്ക് എന്താ വേണ്ടത്? കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലെ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതിനുവേണ്ടിയാണ് ഇംഗ്ലീഷ് പഠിക്കുന്നത്. അപ്പൊ അത്രയും കാര്യങ്ങൾ ആവശ്യമില്ല. അതെ, ഇപ്പൊ ഒരു ഇംഗ്ലീഷ് ടീച്ചർ ആയിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഇപ്പൊ ഇവിടെ മോണ്ടിസോറി കോഴ്സ് ഉണ്ട്.
ഇപ്പൊ മോണ്ടിസോറി അതൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, കാരണം ഒരു ടീച്ചറാണ്. ടീച്ചറിന് നൗണിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ അതെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, സ്റ്റുഡൻസ് നിങ്ങൾക്ക് ഇതിന്റെ ആവശ്യമില്ല എന്നാണ് എനിക്ക് അങ്ങനെയാ തോന്നുന്നത് കേട്ടോ. അങ്ങനെയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഇനി നിങ്ങളുടെ അഭിപ്രായം പറയും. നിങ്ങൾക്ക് നമ്മളെ കുറിച്ച് ഒരുപാട് കാര്യം അറിയണോ, ഇനി ഇത്രയും തന്നെ മതിയോ? എന്താ ചെയ്യണ്ടേ? റെസ്പോണ്ട് ചെയ്യും. അറിയണം. അറിയണം മാം. അറിയണം. അങ്ങനെയാണോ? അറിയൂ, എന്താ ചെയ്യണ്ടേ? ഒരുപാട് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ടെക്സ്റ്റ് ചെയ്യൂ. ആരൊക്കെ എത്ര പേർക്ക് ഇങ്ങനെ അറിയാൻ ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പറയൂ, ടെക്സ്റ്റ് ചെയ്യൂ കേട്ടോ. ടെക്സ്റ്റ് ചെയ്യാം, റെസ്പോണ്ട് ചെയ്യാം. അതുപോലെ തന്നെയാണ് ഓരോ കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ് കേട്ടോ. നൗണിനെ കുറിച്ച് ഒരുപാടുണ്ട്. അതുപോലെ തന്നെ പ്രോണൗൺ ആണെങ്കിൽ ഒരുപാട് പ്രോണൗണിനെ കുറിച്ചുണ്ട്. അപ്പോ ഞാനത് ക്ലാസ് എടുക്കുമ്പോൾ ശരി ഇത്രയും പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് സ്ത്രീ ചോദിക്കും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ തന്നെ ചോദിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ക്ലാസ് എടുത്താൽ മതിയല്ലോ. ഓക്കെ, അപ്പൊ വേണ്ട എന്നുള്ളവരാരെങ്കിലും ഉണ്ടോ? ഇത്രയൊന്നും അറിയണ്ട, ജസ്റ്റ് ഇത്രയും ബേസിക് മാത്രം മതി എന്ന് പറയുന്നവരാരെങ്കിലും ഉണ്ടോ? യെസ് ഓർ നോ ഇത് പറയൂ. വേണമെന്നാണെങ്കിൽ യെസ്, വേണ്ട എന്നാണെങ്കിൽ നോ. അറിയണം, അറിയണം തന്നെയാണ് എല്ലാവരും പറയുന്നല്ലോ. കമ്മ്യൂണിക്കേഷൻ സ്കിൽ നോ, നോ ഉണ്ട്, യെസ് ഉണ്ട്. മെജോറിറ്റി എന്താണ് പറയുന്നത് നോക്കാം. കമ്മ്യൂണിക്കേഷൻ പറയുന്ന രണ്ടുപേര് പറയുന്നുണ്ട് കേട്ടോ. നോ. ഓക്കെ, എസ് പറയുന്നുണ്ട്. ഓക്കെ ആണല്ലോ, എസ് ആണ്. കൂടുതൽ വേണമെന്നാ പറയുന്നത്. ആവശ്യമാണ്, അറിയണം ആവശ്യമാണ്. ഓക്കെ, പഠിക്കാട്ടോ. ഓ ഞാൻ പറയാം. മെജോറിറ്റി എസ് ആണ്. ഓക്കെ, എസ് ആണ്. അപ്പോ നമുക്ക് അത് കുറച്ചുകൂടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ നൗൺ എന്താണെന്ന് മനസ്സിലായി അല്ലെ? നൗൺ ഇസ് എ നെയിം. ഓക്കെ, ക്ലിയർ. ഇനി ഞാൻ പറഞ്ഞു ഒരുപാട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നൗൺസ് ഉണ്ട്. അതിന്റെ നോട്ട് ജസ്റ്റ് വെയിറ്റ് സെക്കൻഡ്. അതിന്റെ നോട്ട് എന്റെ കയ്യിലുണ്ട്. എഴുതിക്കോളൂ കേട്ടോ നിങ്ങള്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നൗൺസ് എന്ന് പറയുമ്പോ ഫസ്റ്റ് വൺ പ്രോപ്പർ നൗൺ. മാം ഇതിന്റെ നോട്ട് ഇടുവോ? നോട്ട് അപ്ലോഡ് ചെയ്യോ കേട്ടോ ക്ലാസ്സിൽ? ഇപ്പൊ എഴുതാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ല, അതുകൊണ്ട് ക്ലാസ്സിൽ നോട്ട്. ഓക്കെ, അപ്പോ ഫസ്റ്റ് ഒരു കാര്യം ചെയ്യൂ. ഇപ്പൊ എഴുതണ്ട, എന്നാലും കേട്ടിരിക്കും. എഴുതാൻ പറ്റുന്നവരുടെ നോട്ട് എഴുതിയെടുക്കൂ. ഞാൻ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, എന്നാൽ എഴുതിയാലും കുറച്ചുകൂടെ നല്ലതാണ്. അത്രയും നമുക്ക് ഓർമ്മിക്കാനും പറ്റും. നമ്മുടെ ഓരോ സെൻസ് ഓക്കെ ആണ് ടൈമില് കുറച്ചുകൂടെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് കേട്ടോ. അതുകൊണ്ട് ഫസ്റ്റ് എന്താണ്? Noun is a name. Okay, then different kinds of nouns. We have different kinds of nouns. That is proper noun. Proper noun. The first one is proper noun, and the second one, common noun. Second one, common noun. And the third one, abstract noun. Third one, abstract noun. Then collective noun. Okay, screen note നോക്കാം ട്ടോ. അങ്ങനെ നോട്ട്. First one, proper noun, then common noun, abstract noun, collective noun, and countable noun, uncountable noun. Okay, ബാക്കിയൊന്നും നമുക്ക് ആവശ്യമില്ല. ഇത്രയും nouns പഠിക്കുക. Okay, നിങ്ങൾ എഴുതിയെടുക്കുന്നുണ്ടോ? എഴുതിയെടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് സ്ലോയിൽ പറയാം. പറയൂ, എഴുതിയെടുക്കുന്നുണ്ടോ ആരെങ്കിലും? എഴുതിയെടുക്കുന്നുണ്ട്. ഓ, noun എന്താണെന്ന് പറഞ്ഞു. Noun is a name of a person, place, animal, things, and concepts. Okay, noun is used as the name of a person, place, animal, things, and concept. ഇതാണ് noun എന്ന് പറയുന്നത്. So the different kinds of nouns are proper noun, common noun,
then abstract noun. Abstract is spelling നോക്കട്ടോ. Abstract noun and collective noun and countable noun and uncountable noun. Okay. Proper noun, common noun, abstract noun, collective noun, countable noun, uncountable noun. Okay? Clear? Yes, ma'am. Yeah. Okay. Then first one, proper noun. എന്താണ് proper noun എന്താണ് അല്ലേ? നമുക്ക് എല്ലാവർക്കും particular name ഉണ്ട്. Okay. നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ പേരുണ്ടല്ലോ അല്ലെ? എല്ലാവർക്കും പേരുണ്ട്. അപ്പൊ അതിനെയാണ് നമ്മൾ പ്രോപ്പർ നോൺ എന്ന് പറയുന്നത്. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ സെക്കൻഡ് വൺ കോമൺ നോൺ എന്ന് പറഞ്ഞു അല്ലെ? ഇപ്പോ നമ്മളെല്ലാം കോമൺലി നമ്മൾ എല്ലാവരും ആരാണ്? എന്താണ് കോമൺ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്ന ഒരു പേരുണ്ട്. എന്താണ്? വുമൺ എന്ന് പറയാം, ഗേൾസ് എന്ന് പറയാം അല്ലെ? അതൊക്കെ എന്താണ്? കോമൺ ആണ് അല്ലെ? കോമൺ നോൺ ആണ്. ഹ്യൂമൻ ആണെന്ന് പറയാം. ഇതൊക്കെ എന്താണ്? കോമൺ ആണ്. എല്ലാവരെയും കോമൺ ആയിട്ട് നമ്മൾ വിളിക്കുന്ന പറയുന്ന ഒരു പേരാണ് അല്ലെ? കോമൺ നോൺ ആണ് ഈ ഗേൾ, ബോയ് എന്നൊക്കെ പറയുന്നത്. സോ നമുക്കിപ്പോ ഒരാളെ കുറിച്ച് പറയണമെങ്കിൽ നമ്മൾ ആ ഗേൾ എന്ന് പറയും. ആ പെൺകുട്ടി നല്ലൊരു കുട്ടിയാണ്, അവള് കാണുന്നത് ഭംഗിയാണ്, അതൊക്കെ ആ പെൺകുട്ടി എന്ന് പറയണത് ഏറ്റവും നല്ലത് എന്താണ്? അവൾക്കൊരു പേരുണ്ടാകും. ഓക്കെ, അവൾക്കൊരു പേരുണ്ടാകും. അപ്പൊ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കൂ കേട്ടോ. നോട്ട്സ് ആരും എഴുതുകയല്ലേ, ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കൂ. അതിനുശേഷം ഞാൻ പറയാം. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞു ആ പെൺകുട്ടി അല്ലെ, ഇപ്പൊ ഒരു പെൺകുട്ടി നിൽക്കുകയാണെങ്കിൽ ആ പെൺകുട്ടി നമ്മൾ അറിയില്ല എന്ന് വിചാരിക്കും. അപ്പൊ നമുക്ക് പർട്ടിക്കുലർ കോമൺ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ആ ഗേൾ എന്ന് പറയാം. സപ്പോസ് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കുട്ടിയാണെങ്കിൽ നമുക്ക് അതിന്റെ പേരറിയാൻ പറ്റുമല്ലോ അല്ലെ? വേണമെങ്കിൽ നമുക്ക് മീര, അത് മീരയാണ്, മീര എന്റെ ഫ്രണ്ട് ആണ് എന്ന് പറയാം. അപ്പോ ഈ പെൺകുട്ടി എന്ന് പറയുന്നത്, ഗേൾ എന്ന് പറയുന്നത് കോമൺ നൗണ്, ആ ഗേളിന് കൊടുത്തിരിക്കുന്ന ആ ഒരു നെയിം പർട്ടിക്കുലർ നെയിം പ്രോപ്പർ നൗണുമാണ്. ക്ലിയർ? മനസ്സിലാവുന്നുണ്ടോ? ഇനിയിപ്പോ നമുക്കറിയാം ഒരുപാട് ഷോപ്സ് നമുക്ക് നമ്മുടെ അല്ലെ എല്ലായിടത്തും ഉണ്ടല്ലേ, ഒരുപാട് കടകളുണ്ട്, ഷോപ്സ് ഉണ്ട്. സോ നിങ്ങൾ പറയാണ് ഞാൻ ഷോപ്പിൽ പോവാണെന്ന് പറയുന്നത് ഏറ്റവും നല്ലത് എന്താണ്? ഞാൻ കടയിൽ പോവാണ്, ഓക്കെ, പക്ഷെ ഏത് കട എന്ന് ചോദിക്കുമ്പോ ആ ഒരു ഷോപ്പിനും ഒരു പേരുണ്ട് അല്ലെ? ഇപ്പൊ ജ്വല്ലറി ആണെങ്കിലും ജ്വല്ലറീസ് ആണെങ്കിലും ഓരോ പേരുണ്ട്. സോ ആ പേര്, ആ പർട്ടിക്കുലർ ആയിട്ട് കൊടുക്കുന്ന ആ ഒരു പേര് യൂണിക് നെയിം ആണെങ്കിൽ അതെന്താണ്? പ്രോപ്പർ നൗൺ ആണ്. ക്ലിയർ? ഇപ്പൊ നിങ്ങളുടെ വീട്ടിലെ ഒരു പെറ്റ് അല്ലെ, പെറ്റ് എന്ന് പറയുന്ന ഒരു കോമൺ നൗൺ ആണ്. അത് ക്യാറ്റ് ആകാം, ഡോഗ് ആകാം, എന്തും ആകാം അല്ലെ? അതൊക്കെ എന്താ പറയുക കോമൺ നെയിം ആണ്. സോ നമ്മുടെ വീട്ടിലൊരു പെറ്റ് നമ്മൾ വളർത്തുമ്പോ നമ്മൾ അതിന്റെ പേരിടും അല്ലെ? അപ്പൊ അതെന്താണ്? അതാണ് അതിന്റെ പ്രോപ്പർ നൗൺ. ക്ലിയർ? കോമൺ ആയിട്ട് പറയുന്ന എല്ലാ വസ്തുക്കളുടെ പേരുകളും കോമൺ നൗണും, അതിന് കൊടുത്തിരിക്കുന്ന പർട്ടിക്കുലർ നെയിംസ് ഉണ്ടെങ്കിൽ അത് പ്രോപ്പർ നൗൺ ആണ്. ഇപ്പൊ കേരള എന്ന് പറയുന്നത് എന്താണ്? കേരള എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രോപ്പർ നൗൺ ആണ് അല്ലെ? ഒരുപാട് സ്റ്റേറ്റ്സ് ഉണ്ട്. അപ്പൊ കേരള എന്ന് പറയുന്നത് പ്രോപ്പർ നൗണും സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് എന്താ? കോമൺ നൗൺ ആണ്. ഒരുപാട് സ്റ്റേറ്റിലെ ഒരുപാട് സ്റ്റേറ്റ് ഉള്ള സ്റ്റേറ്റിലെ പെർട്ടിക്കുലർ ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ് എന്ത്? കേരള എന്ന് പറയുന്നത്. അതുപോലെ തമിഴ്നാട്, ഇതൊക്കെ എന്താണ്? പ്രോപ്പർ നൗൺ ആണ്. അതിപ്പോ ഓരോ സ്റ്റേറ്റിന് കൊടുത്തിരിക്കുന്ന ഓരോ പേരുകളാണ്. അപ്പൊ പേരുകൾ എന്താണ്? പ്രോപ്പർ നൗൺ ആണ്. അല്ലാതെ നമ്മൾ കോമൺലി നമ്മൾ പറയുന്നത് സ്റ്റേറ്റ് എന്ന് പറയും. ഇപ്പൊ എറണാകുളം, തൃശ്ശൂർ, ഇതൊക്കെ എന്താണ്? അപ്പോ പ്രോപ്പർ നൗൺ ആണ്. അപ്പൊ അതിന്റെ കോമൺ നൗൺ എന്തായിരിക്കും? എന്തായിരിക്കും? അറിയൂ? ഡിസ്ട്രിക്റ്റ് ആണ്. അപ്പൊ ഡിസ്ട്രിക്ട് എന്ന് പറയുന്നത് കോമൺ നൗൺ. ഓരോ പേരുകൾ പർട്ടിക്കുലർ നെയിംസിനെ പറയുന്നത് പ്രോപ്പർ നൗൺ ആണ്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ഈ പ്രോപ്പർ നൗൺ എന്താണെന്ന് കോമൺ നൗൺ എന്താണെന്ന് മനസ്സിലായോ? എപ്പോഴും നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോ നോട്ട്സ് മാത്രം എഴുതിയാൽ പോരാട്ടോ. ഇത്രയും നാള് പഠിച്ചത് നോട്ട്സ് എഴുതിയിട്ടാണ്, പക്ഷെ ഇതുവരെ നമുക്കതൊന്നും അറിയില്ല. നമ്മൾ ചെയ്യേണ്ടത് മനസ്സിലാക്കി പഠിക്കുക. എന്താണ് പ്രോപ്പർ നൗൺ എന്ന് ചോദിച്ചാൽ നമുക്ക് അറിയാൻ പറ്റണം. അതിനെ അറിയണമെങ്കിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കിയാണ് പഠിക്കേണ്ടത്. അല്ലാതെ ഡെഫിനിഷൻ എഴുതി വെച്ചതുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല അല്ലെ? അപ്പൊ മനസ്സിലാക്കി പഠിക്കുക. ഇപ്പോ എന്താണ് പ്രോപ്പർ നൗൺ, കോമൺ നൗൺ എന്ന് ചോദിച്ചാൽ നിനക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ? അറിയാൻ പറ്റുന്നില്ലേ? ഡെഫിനിഷൻ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് എന്താണെന്ന് പറഞ്ഞു തരാൻ പറ്റില്ലേ? ഓക്കെ, ക്ലിയർ ആണല്ലോ?
Yeah. Okay. Three will talk. Proper nouns are special names we use to talk about specific places, people, things, or organizations. They always start with a capital letter. അതൊന്നും കാര്യമായിട്ട് പഠിക്കണം കേട്ടോ. ക്യാപിറ്റൽ ലെറ്ററിലാണ് സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതിനും കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക എന്താണ് പ്രോപ്പർ നൗൺ എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ക്ലിയർ? ഇപ്പോ ഏതൊരു വസ്തുവിന്റെ പേരാണെങ്കിലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, നമ്മൾ എഴുതുമ്പോൾ ഒരു സെന്റൻസിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും. അതിപ്പോ എന്താണെങ്കിലും എറണാകുളമാണെങ്കിലും നമുക്ക് ചെയ്യാം, എഴുതാം, തെറ്റൊന്നുമില്ല. പക്ഷെ നമ്മൾ പ്രോപ്പർ ആയിട്ട് അങ്ങനെ എഴുതുന്നുണ്ടെങ്കിൽ അത് ഫസ്റ്റ് ലെറ്ററിന്റെ ഫസ്റ്റ് ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണ്? അപ്പോ ഇനി നമുക്കൊന്ന് പ്രസന്റ് ചെയ്യാലോ. നമുക്ക് ഇപ്പൊ എന്താണ് പഠിച്ചത്? പ്രോപ്പർ നമ്മൾ നൗൺ പഠിച്ചു, അതിലെ പ്രോപ്പറും കോമൺ നൗണും മിക്സ് ചെയ്ത് പഠിച്ചു അല്ലെ? സോ നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് ഒന്ന് ക്ലാസ്സിൽ ഒന്ന് പ്രസന്റ് ചെയ്യാൻ പറ്റുമോ? പറയൂ. പറഞ്ഞോളൂ. ഇപ്പോ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? ചിലപ്പോ ഇംഗ്ലീഷിൽ പ്രസന്റ് ചെയ്യാം, വേണമെങ്കിൽ മലയാളത്തിലാണെങ്കിലും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഏതാണ് കംഫർട്ടബിൾ എന്ന് വെച്ചാൽ ആ ലാംഗ്വേജിലും പ്രസന്റ് ചെയ്യൂ. ഇപ്പൊ ഇംഗ്ലീഷിൽ തന്നെ ചെയ്യണമെങ്കിൽ ചെയ്യൂ കേട്ടോ. കാരണം തെറ്റ് ചെയ്യാൻ കുഴപ്പമില്ല, ട്രൈ ചെയ്തു. ഓക്കെ, എക്സാമ്പിൾ മതിയോ? എക്സാമ്പിൾ ഇപ്പൊ എന്താണ് പ്രോപ്പർ നൗൺ, എന്താണ് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ഇപ്പോ നിങ്ങൾക്ക് ഒരാൾക്ക് ഇത് പറഞ്ഞു കൊടുക്കണമെന്ന് വിചാരിക്കും. അപ്പൊ ഞാൻ ചോദിക്കുകയാണ് എന്താണ് പ്രോപ്പർ നൗൺ, എനിക്ക് പറഞ്ഞു തരണം, എനിക്കത് മനസ്സിലാക്കി തരണം. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് പറയാ? പറഞ്ഞു വെക്കുന്നു, ചുമ്മാ ഒന്ന് പ്രസന്റ് ചെയ്ത് നോക്കിയേ. ആരെങ്കിലും ഒരാളെ പ്രസന്റ് ചെയ്യൂ. Okay. Proper noun is a particular name of a person or a particular name of any state. ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരാളെ മാത്രം നമ്മൾ പോയിന്റ് ചെയ്ത് പറയുമ്പോൾ പ്രോപ്പർ നൗൺ. ആൻഡ് ദ കോമൺ നൗൺ ഈസ് റെഫേഴ്സ് ടു എന്താ പറയാ, ഒരു നോട്ട് സ്പെസിഫിക് അല്ലാത്ത ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യം പറയുമ്പോൾ കോമൺ നൗൺ. Okay. And then ഇനിയെങ്കിലും പറയുന്നുണ്ടോ? പറയൂ. ക്ലാസ്സിൽ പ്രാക്ടീവ് ആയിട്ടിരിക്കണം കേട്ടോ. നിങ്ങൾ പറയൂ. കാരണം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ പറയുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആകുക. ഓക്കെ ആണെങ്കിൽ മനസ്സിലായിട്ടുണ്ട്. നൗൺ എന്ന് പറഞ്ഞാൽ നാമം, ഒരു വ്യക്തിയുടെയോ സ്ഥലത്തിന്റെയോ വസ്തുവിന്റെയോ പൊതുവായി നമ്മൾ യൂസ് ചെയ്യുന്ന പേരുകളെയാണ് നാമം എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഒരു വ്യക്തിയുടെ പേരുകളാവാം. ഇപ്പോ എന്റെ പേര് തന്നെ ചിത്ര, നയന, ഇങ്ങനെയുള്ള പേരുകൾ. പിന്നെ വസ്തുക്കളുടെ പേരുകൾ വരും, ബുക്ക്, പെൻസിൽ, അങ്ങനെയുള്ള പേരുകളൊക്കെ വരും. ഇതില് അടുത്ത് കോമൺ നൗൺ എന്ന് പറയുന്നത് നമ്മൾ കോമൺ ആയിട്ട് പൊതുവെ നമ്മൾ വിളിക്കുന്നത്, ഇപ്പൊ പെൺകുട്ടി, ഗേൾസ്, ബോയ്സ്, അങ്ങനെ പൊതുവായി നമ്മൾ വിളിക്കുന്ന പേരുകളാണ് കോമൺ നൗൺ. പ്രോപ്പർ നൗൺ എന്ന് പറയുമ്പോൾ ഒരാളുടെ പേര് സ്പെസിഫിക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന പേരുകളെയാണ് കോമൺ നൗൺ അല്ല പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്. Okay. ഇനി ആരാ? Who is next? പ്രസന്റ് ചെയ്യുന്നുണ്ടോ ആരെങ്കിലും? ഇല്ല. ഓക്കെ, ക്ലിയർ ആണ്? മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ? ക്ലാസ്സിലൊക്കെ മനസ്സിലാവുന്നുണ്ടോ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? പറയൂ. ഓക്കെ ആണോ? ഓരടിക്കുന്നുണ്ടോ? ഓരടിച്ചോ? പൊതുവെ ഇംഗ്ലീഷ് ലാംഗ്വേജ് കുറച്ച് ബോറിംഗ് ആണ്, അതുകൊണ്ടാണ് ചോദിച്ചത്. ബോറിംഗ് ആണോ? ഇല്ല. ഓക്കെയാണ്. ഓക്കെ, അപ്പൊ എന്താണ് പ്രസന്റ് ചെയ്യാത്ത എല്ലാവരും? അതുകൊണ്ടാണ് പ്രസന്റ് ചെയ്യാൻ ഒരു മടി. എന്താണ്, അഡ്മിറ്റ് ചെയ്യാൻ മടിയാണോ? അല്ലെങ്കിൽ പറഞ്ഞാല് എന്ത് വിചാരിക്കും എന്നൊക്കെ ചിന്തിച്ചിട്ടാണോ? പറയൂ. പറഞ്ഞു പഠിക്കുന്നുണ്ട് എപ്പോഴും. നമുക്ക് എല്ലാവർക്കും ഒരു മടിയാണ് പറഞ്ഞു പഠിക്കാൻ. ഓക്കെ, അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും എന്ന് ചിന്തിക്കണ്ട. നമ്മൾക്ക് വേണ്ടിയാ പഠിക്കുന്നേ. ഓക്കെ, അത് മാക്സിമം പറയാൻ നോക്കുക. അത് പറയുമ്പോ നമുക്ക് ഒരുപാട് സെൻസ് ഉണ്ടല്ലോ അല്ലെ? ഞാൻ പറഞ്ഞു നിങ്ങൾ നോട്ട് എഴുതാൻ പറഞ്ഞു. കാരണം നോട്ട് എഴുതാൻ പറയുമ്പോ എത്രയോ സെൻസുകൾ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അറിയോ? ടച്ച് ആണെങ്കിലും, ഹിയറിംഗ് ആണെങ്കിലും, വിഷൻ ആണെങ്കിലും, പിന്നെ പറയാണെങ്കിലും, അതും കൂടെ ആകുമ്പോ
എല്ലാ തിങ്സും വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ പെട്ടെന്ന് രജിസ്റ്റർ ആകും, മറക്കില്ല. അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് ഉറക്കി വായിക്കി പഠിക്കൂ എന്നൊക്കെ പറയില്ലേ. ഇത് ഓരോരുത്തര് ഇഷ്ടമാണ് കേട്ടോ, പക്ഷെ പറയുന്നത് ഏറ്റവും നല്ലതാണ്. പഠിച്ച കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് കുറച്ചുകൂടെ നമുക്കത് ക്ലിയർ ആകാം, നമുക്ക് അതിനെക്കുറിച്ച് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഡൗട്ട്സ് എന്തിനാണെങ്കിലും ഡൗട്ട്സ് എങ്കിലും വരുന്നത് ആ ടൈമിലായിരിക്കും, പറഞ്ഞു പഠിക്കുമ്പോഴാണ് കേട്ടോ. കേട്ടിരിക്കാൻ എളുപ്പമാണ്, പക്ഷെ പറഞ്ഞത് മനസ്സിലാക്കി കൊടുക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യം. പക്ഷെ അങ്ങനെ മനസ്സിലാക്കി കൊടുക്കുമ്പോ നമ്മൾക്ക് അത്രയും അതിനെ കുറിച്ച് അറിഞ്ഞു അല്ലെ, നിങ്ങൾക്ക് അത്രയും മനസ്സിലാക്കാൻ പറ്റി എന്നാണ് അതിനർത്ഥം. അതുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഞാൻ പറയുന്നത് ജസ്റ്റ് ഒന്ന് പ്രസന്റ് ചെയ്യൂ. ഞാൻ എല്ലാ ക്ലാസ്സിലും അങ്ങനെ പ്രസന്റ് ചെയ്യാൻ പറയൂ കേട്ടോ, പഠിച്ച കാര്യങ്ങൾ ഒന്ന് പ്രസന്റ് ചെയ്യണം. ഓക്കെ, കാരണം നമ്മളിപ്പോ ക്ലാസ്സിൽ വെച്ച് തന്നെ പഠിച്ചിട്ട് പോവാണ്, നോട്ട്സ് തന്നിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ഇത് പഠിക്കൂ എന്ന ആ ഒരു രീതിയല്ല നമുക്ക്. ക്ലാസ് എത്ര ടൈം ക്ലാസ് ഉണ്ടോ ആ ക്ലാസ്സിനുള്ളിൽ തന്നെ വെച്ച് നമ്മൾ മാക്സിമം പഠിച്ചിട്ട് പോവാം. കാരണം നിങ്ങൾ എല്ലാവരും തിരക്കാണ് അല്ലെ, മാരിഡ് ആണ്, അപ്പൊ അതിൻ്റെതായ കുറച്ച് ബിസി എല്ലാവർക്കും ഉണ്ടാകാം. സോ എപ്പോഴും ഇംഗ്ലീഷ് ക്ലാസ് വെച്ച് തന്നെ മാക്സിമം പഠിച്ചിട്ട് പോവാം. പിന്നെ സമയം പോലെ എന്താണ് ഞാൻ പറഞ്ഞു, പെർ ഡേ ഒരു ഹാഫ് ആൻ അവർ 1 hour ഒക്കെ കുറച്ച് മാറ്റി വെക്കുക, ഇംഗ്ലീഷിന് വേണ്ടി മാറ്റി വെക്കുക എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൂടെ ഒന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് എളുപ്പമാണ് കേട്ടോ. ഇപ്പോ സംസാരിക്കാനാണെങ്കിലും കുറച്ച് കാര്യങ്ങൾ ഇംഗ്ലീഷിനെ കുറിച്ച് അറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇനി പ്രസന്റ് ചെയ്യുന്നുണ്ടോ ആരെങ്കിലും? നമസ്കാരം മാഡം, ഞാൻ വിഷുകുമാറാണ് കാസർഗോഡ് നിന്ന്. ഓക്കെ, മാഡം, പിന്നെ ഈ പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പേരോ അഥവാ സ്ഥലത്തിന്റെ പേരാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ പിന്നെ കോമൺ നൗൺ എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ ഫോർ എക്സാമ്പിൾ ഒരു സ്ഥലത്തിന്റെ പേരോ പേരല്ല, ഒരു സ്ഥലത്തിന്റെ കോമൺ ആയിട്ടുള്ള ഒരു സ്ഥലത്തിന്റെ പേരാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഗേൾ എന്ന് പറയുമ്പോൾ അവരുടെ പേരാണ്, അതാണ് പ്രോപ്പർ നൗണിൽ വരുന്നത്. പിന്നെ കോമൺ നൗണിൽ ഇപ്പോൾ ഒരു പിന്നെ ടൗണ്, അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ടൗണിന്റെ പേര് പറഞ്ഞാൽ അത് പ്രോപ്പർ നൗണിലാണ് വരുന്നത്. ശരിയല്ലേ മാഡം? ഓക്കെ. അത് മാത്രമല്ല നൗൺ ആണെന്ന് മനസ്സിലാക്കണം കേട്ടോ. അതിപ്പോ പ്രോപ്പർ ആണെങ്കിലും കോമൺ ആണെങ്കിലും എല്ലാം നൗൺ തന്നെയാണ്, എല്ലാം ഒരു പേര് തന്നെയാണ്. ഓക്കെ, അതിന് നമ്മള് കുറച്ച് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രം. നൗണിൽ നമ്മൾ ഡിവൈഡ് ചെയ്തു, എന്താണ് പ്രോപ്പർ ആയിട്ടും കോമൺ ആയിട്ടും അബ്സ്ട്രാക്ട് ആയിട്ടും ഒക്കെ ഡിവൈഡ് ചെയ്തെന്ന് മാത്രം. ഇതെല്ലാം എന്താണ് നൗൺ തന്നെയാണ്. ഓക്കെ, അപ്പൊ രണ്ടും ഓക്കെ ആണല്ലോ. ഇനിയുള്ളത് ആബ്സ്ട്രാക്റ്റും കളക്റ്റീവ് നൗൺ ആണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഒരുമിച്ച് ഫുൾ അങ്ങനെ ഒരുപാട് നമ്മൾ ക്ലാസ്സിൽ വെച്ച് പഠിക്കേണ്ട, കുറച്ച് കൺഫ്യൂസിങ് ആകും. ഇതുവരെ പഠിച്ചതും കുറച്ച് നമ്മൾ എടുത്തിട്ടുള്ളൂ അല്ലെ. നൗൺ എന്താണ് അത് മാത്രമേ പഠിച്ചിട്ടുള്ളൂ, നൗണും പ്രോപ്പർ നൗൺ കോമൺ നൗൺ പഠിച്ചിട്ടുള്ളൂ. എല്ലാവർക്കും മനസ്സിലായല്ലോ. നോട്ട് എഴുതാതെ തന്നെ എന്താണ് നൗൺ, എന്താണ് പ്രോപ്പർ നൗൺ, വാട്ട് ഈസ് കോമൺ നൗൺ, ഇതെല്ലാം ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് നോട്ട്ബുക്ക് വേണം എന്ന് പറഞ്ഞു. ഇതില് ആ നോട്ട്ബുക്കില് ചിലപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളും എഴുതിയെടുക്കാം, അല്ലാതെ തന്നെ അത് മെയിൻലി വേണ്ടത് ഇപ്പൊ ഞാൻ പറഞ്ഞു നൗൺ, പ്രോനൗൺ, പ്രോപ്പർ നൗൺ, കോമൺ നൗൺ ഒക്കെ പറഞ്ഞു. നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് അത് നോട്ട്ബുക്കിൽ എഴുതി വെക്കണം. ഓക്കെ, ഞാൻ പറയുന്ന ഡെഫിനിഷൻ അല്ല ശരിക്കും എഴുതേണ്ടത് നോട്ട്ബുക്കില്. നിങ്ങൾക്ക് എന്താണോ ഈ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് ഇപ്പോ ഞാൻ എടുത്ത ടോപ്പിക്കിൽ നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് അത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. കാരണം ആ നോട്ട്ബുക്ക് നിങ്ങളുടെയാണ് അല്ലെ, നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി എടുത്തൊരു നോട്ട്ബുക്ക് ആണല്ലോ. അതിപ്പോ എത്ര നാൾ കഴിഞ്ഞിട്ടാണെങ്കിലും ഈ നോട്ട്ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഓക്കെ, അല്ലാതെ ഞാൻ പറയുന്നത് കുറെ ഇംഗ്ലീഷിന്റെ ഡെഫിനിഷൻസോ കാര്യങ്ങളോ എഴുതി വെച്ചിട്ട് കാര്യമൊന്നുമില്ല. അതിപ്പോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് അത് മലയാളത്തിലോ ഇംഗ്ലീഷിലോ മംഗ്ലീഷിലോ എങ്ങനെ വേണമെങ്കിൽ എഴുതാം. ഓക്കെ, നിങ്ങളുടെ നോട്ടാണ്, നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി നിങ്ങൾ യൂസ് ചെയ്യുന്ന നോട്ടാണ്. അല്ലെങ്കിൽ വേറെ ആരും നോക്കാനോ കാണാനോ ഒന്നും വരുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാവണം. ആ നോട്ട്ബുക്ക് എടുത്തു കഴിഞ്ഞാല് ഓക്കെ ഇതാണ് പ്രോപ്പർ നൗൺ, ഇതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം. അപ്പൊ ആ രീതിയിൽ നോട്ടില് എഴുതി വെക്കാം. ഓക്കെ, ക്ലിയർ? അതായത് ഇപ്പൊ ഈ കോഴ്സിൽ ഇപ്പൊ ഒരു 6 മാസം ഇംഗ്ലീഷ് ക്ലാസ് എത്ര നാളാണ് ഉള്ളത് വെച്ചാൽ ആ സമയം വരെ നിങ്ങൾക്ക് നോട്ട്സ് ആവശ്യമാണ്. അപ്പൊ നിങ്ങൾ തന്നെ സ്വയം കുറേയൊക്കെ നോട്ട്സ് എഴുതണം. ഓക്കെ, ഈ ക്ലാസ്സിലൂടെ തന്നെ നമുക്ക് ഗ്രാമർ, അത്യാവശ്യം ഗ്രാമർ നന്നായിട്ട് പഠിച്ചു പോകണം. ഒരിക്കലും ഇനി ഗ്രാമർ ഡൗട്ട് വരാൻ പാടില്ല. ബേസിക് മാത്രം ഉണ്ടാവും, ഒരുപാടൊന്നും പറയുന്നില്ല, കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷെ പഠിക്കുന്നത് വളരെ ക്ലിയർ ആയിട്ട് വിതൗട്ട് എനി ഡൗട്ട്സ് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റണം. ഓക്കെ, അപ്പൊ ഇപ്പോ ക്ലാസ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായത് എന്താണോ അത് നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കും.
അത് മാത്രമല്ല ഈ നോട്ട് ഞാൻ സ്ക്രീനിൽ ഷെയർ ചെയ്യുന്ന നോട്ട് ഞാൻ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യും. പക്ഷെ ഇന്നായിരിക്കില്ല ചെയ്യുന്നത് കേട്ടോ. ഇന്നോ നാളെയോ ആയിരിക്കില്ല. ഈ നോട്ട്സ് മുഴുവൻ കംപ്ലീറ്റ് ആയിട്ട് ഞാനിത് അപ്ലോഡ് ചെയ്യുള്ളൂ കേട്ടോ. ഓക്കെ, ഇത്രയും നമുക്ക് എടുക്കാനുണ്ട്. ജസ്റ്റ് ചെറിയൊരു പോർഷൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഈ നോട്ട് ഞാൻ ഇപ്പോൾ അപ്ലോഡ് ചെയ്യില്ല. നിങ്ങളത് നിങ്ങളുടെ നോട്ട്സിൽ നിങ്ങൾ എഴുതി വെക്കും. ഓക്കെ, ഓക്കെ ആണല്ലോ? ക്ലാസ് ഓക്കെ ആണോ? നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു. ഇന്ററാക്ട് ചെയ്തേ കഴിഞ്ഞ ക്ലാസ്സിൽ. ഫസ്റ്റ് ക്ലാസ് ആണ്. നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്ത് നെഗറ്റീവ്സ് ആണെങ്കിലും പോസിറ്റീവ്സ് ആണെങ്കിലും എന്നോട് പറയണം കേട്ടോ. മനസ്സിലാവുന്നില്ല എന്നാണെങ്കിലും സ്പീഡ് ആണെങ്കിലും എന്താണെങ്കിലും whatever നിങ്ങൾക്ക് എന്തും എന്നോട് പറയാം. ഓപ്പൺ ആയിട്ട് തന്നെ പറയാം. നമുക്ക് അത് ആ ഒരു രീതിയിൽ തന്നെ ഫോളോ ചെയ്ത് എന്താണ് എന്ത് നെഗറ്റീവ് ആണെങ്കിലും അത് കറക്റ്റ് ചെയ്തിട്ട് ക്ലാസ് മുന്നോട്ട് പോകാം. ഓക്കെ, ഓക്കെ ആണ്? ആക്റ്റീവ് ആണ് എല്ലാവരും? ഇതാണ് ഉഷാറില്ലല്ലോ ക്ലാസ്സിൽ. ഓക്കെ ആണ്. നെഗറ്റീവ്സ് എന്തെങ്കിലും പറയാനുണ്ടോ? പറയൂ. ഫസ്റ്റ് ക്ലാസ്സിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ? സ്പീഡ് കൂടുതലാണോ? പറയൂ. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. എന്താണ് ഇത് മിണ്ടാതിരിക്കുന്നേ? റെസ്പോണ്ട് ചെയ്യണ്ടേ? മാഡത്തിന്റെ വളരെ ക്ലിയർ ആയിട്ടുള്ള മാഡം എടുക്കുന്നുണ്ട് ക്ലാസ്. സ്പീഡൊന്നും ആയില്ല മാഡം, വളരെ കറക്റ്റാണ് മാഡം. അത്ര വളരെ എന്താണ് പറയുന്നത്, വളരെ നല്ല രീതിയിലാണ് മാഡം ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ മോഡൽ ക്ലാസ്സിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞ നോട്ട്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്യാം, പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക. ബൈ ഹാർട്ട് ചെയ്യരുതട്ടോ, മനസ്സിലാക്കി പഠിക്കണം. ഓക്കെ, സോ ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ലെറ്റ്സ് ഫൈൻഡ് നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, സീ യു ഓൺ ദി നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ബൈ. ഓക്കെ മാഡം, ബൈ. Bye, ma'am. Thank you, ma'am.